അമേരിക്കയിൽ അടുത്തിടെയായി 2 തവണയാണ് ജൂത സമൂഹത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. ഒരു തവണ അവരുടെ ഈ പറയുന്ന എംബസിയുടെ മുന്നിൽ വെച്ച് 2 പേരെ വെടിവെച്ചു കൊന്നു. ഇപ്പോൾ അവരുടെ റാലിക്ക് നേരെ പെട്രോൾ ബോംബ് ആക്രമണം നടക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊളറാഡോയിലാണ്. കൊളറാഡോയിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാസ മറ്റേ ജൂതന്മാരെ ബന്ദികളാക്കിയല്ലോ, ആ ബന്ദികളെ മുഴുവൻ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്മരണയ്ക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു റാലി നടത്തുമ്പോൾ ആ റാലിയിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ആണ് ഈ പെട്രോൾ ബോംബ് ആക്രമണം നടന്നിരിക്കുന്നത്. മൊളോട്ടോവ് കോക്ടെയിൽ എന്ന് പറയും. പണ്ട് റഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു സഖാവാണ് മൊളോട്ടോവ്. അതെ, വലിയ നേതാവൊക്കെ ആയിരുന്നു, PBയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അയാൾ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ് ഇങ്ങനെ പെട്രോള് കുപ്പിയിൽ നിറച്ചിട്ട് എറിയാം എന്ന് കണ്ടുപിടിച്ചത്. അതാണ് ചെയ്തിരിക്കുന്നത്. അത് കൊളറാഡോയിലെ ബോൾഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പേൾ സ്ട്രീറ്റിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഈ മെയ് 21-ാം തീയതി ഈ പറഞ്ഞതുപോലെ മറ്റേ ഇസ്രായേൽ മ്യൂസിയത്തിൻ്റെ പുറത്ത് 2 ഇസ്രായേൽ ഡിപ്ലോമാറ്റ്സിനെ, നയതന്ത്രജ്ഞരെ അവർ വിവാഹം ചെയ്യാൻ പോവുകയായിരുന്നു. വിവാഹം ഉറപ്പിച്ചിരുന്നു, മോതിരമൊക്കെ വാങ്ങിച്ചിരുന്നു. അടുത്ത ആഴ്ച ജെറുസലേമിൽ പോയി മനസ്സമ്മതമൊക്കെ നടക്കേണ്ടതായിരുന്നു. അങ്ങനെ 2 പേരെ കൊന്നിരുന്നു. ആ കൊന്നയാൾ ഏലിയാസ് റോഡ്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരാൾ തന്നെയാണ്. അയാൾ ഷിക്കാഗോ, അമേരിക്കക്കാരൻ. പക്ഷേ ഇയാൾ ഈജിപ്ഷ്യനാണ്, ഈജിപ്തിൽ നിന്നുള്ള ആളാണ്. ചില റിപ്പോർട്ടുകളിൽ ഇയാൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈജിപ്തുകാരനാണെങ്കിലും കുവൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഇയാളുടെ വിസ കാലാവധിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ ജൂതർക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇയാൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണ്. ഇയാളുടെ പേര് മുഹമ്മദ് സലോണി സോളിമൻ എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ മുഹമ്മദ് സലോണി സോളിമൻ 45 വയസ്സാണ് അയാൾക്ക്. ഷർട്ട് ഇടാതെയാണ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയത്. ഷർട്ട് കത്തണ്ട എന്ന് ചിലപ്പോൾ അയാൾ വിചാരിച്ചിരിക്കാം. ഇസ്രയേൽ അനുകൂല റാലിക്കെതിരെ ആണ് ആക്രമിച്ചിരിക്കുന്നത്. 6 പേർക്ക് പരിക്കുണ്ട്. ഈ ആക്രമണത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. 20 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെയൊക്കെ പൊള്ളൽ എന്ന് പറഞ്ഞാൽ കഠിനമായ പൊള്ളലുകളൊക്കെ ഉള്ള 6 പേരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ പരിക്ക് പറ്റിയ ആളുകൾ 67 മുതൽ 88 വയസ്സ് വരെയുള്ള പ്രായം ചെന്ന ആളുകളാണ് ഈ പൊള്ളലേറ്റിരിക്കുന്നത്. ഫ്ലെയിം ത്രോവർ എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ മൊളോട്ടോവ് കോക്ടെയിലിന് കുപ്പിയിൽ പെട്രോൾ നിറച്ചിട്ട് കത്തിച്ചെറിയുന്ന ഈ സംഗതിക്ക് ഫ്ലെയിം ത്രോവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മറ്റേ ബന്ദികളെ വിട്ടയച്ചിട്ടില്ലല്ലോ മുഴുവൻ ആളുകളെ. ബന്ദികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് ജഡങ്ങളൊക്കെയാണ്. ഒരു ബന്ദിയെ വിടുമ്പോഴേക്കും ഒരു 1000-1200 മറ്റേ പലസ്തീൻകാരെ, ഹമാസുകാരെ ഇസ്രയേൽ ജയിലിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ്. പണ്ട് യാഹ്യ സിൻവറും പുറത്തു വന്നത് ഇങ്ങനെ 1270 പേരെ പുറത്ത് വിട്ടപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആണ് ഈ യാഹ്യ സിൻവർ. അന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ടാണ് ഈ 1270 പേര് വിട്ടത്. അന്ന് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് യാഹ്യ സിൻവറിൻ്റെ അനുജൻ മുഹമ്മദ് സിൻവറാണ്. ഈ അടുത്തിടെ കൊല്ലപ്പെട്ടല്ലോ, അതെ, അയാളാണ് ആ റാഞ്ചൽ അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഇയാൾ 2022 ഈ മുഹമ്മദ് സലോണി സോളിമൻ 2022 ഓഗസ്റ്റ് 27-ന് അമേരിക്കയിൽ എത്തി. ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ ആണ് ലാൻഡ് ചെയ്തത്. ബൈഡൻ്റെ ഭരണത്തിൽ കുറച്ച് തുറന്ന സമീപനമാണ് ഇവരോടൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഈ ജോർജ് സോറോസ് ഈ മുസ്ലിങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണല്ലോ, ഇസ്ലാം ഭീകരതയ്ക്കും കശ്മീരിൽ നടക്കുന്നതിനുമൊക്കെ. അപ്പോൾ ബൈഡന് ധാരാളം ഫണ്ട് കൊടുത്തിട്ടുള്ള ആളാണ് സോറോസ്. അപ്പോൾ ഒരു തുറന്ന നയം ബൈഡൻ നടപ്പാക്കിയിരുന്നതുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ വന്നിട്ട് വിസ കാലാവധിയും കഴിഞ്ഞിട്ടുമൊക്കെ തുടരുന്നത്, അതും അമേരിക്കയിൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറ ലൂമർ എന്ന് പറഞ്ഞിട്ടൊരു പത്രപ്രവർത്തകയുണ്ട്. അവരാണ് പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഇപ്പോൾ വന്നിരിക്കുന്നത് 2 കൊല്ലം മുമ്പ് എത്തിയത് കുവൈറ്റിൽ നിന്നാണ് അമേരിക്കയിൽ എത്തിയത്. അത് ബൈഡൻ്റെ തുറന്ന നയങ്ങൾ കാരണമാണ്. ഇയാൾ ധനകാര്യ മേഖലയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
അത് അയാൾ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർനാഷണൽ ഫിനാൻസിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാളുടെ മകൾ കൊളറാഡോയിൽ പഠിക്കുന്നു എന്നും ഈ ലോറ ലൂമർ അവരുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആക്രമിച്ച ശേഷം ഫ്രീ പലസ്തീൻ, നിങ്ങൾ എത്ര പേരെ കൊന്നു അവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ അയാൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്രീ പലസ്തീൻ എന്നുള്ളത് മറ്റേ മ്യൂസിയത്തിൻ്റെ പുറത്ത് രണ്ടുപേരെ ആക്രമിച്ച ആളും ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 4 സ്ത്രീകൾക്ക്, ഈ പൊള്ളിയ 6 പേരിൽ 4 പേര് സ്ത്രീകളാണ് എന്ന് ദൃക്സാക്ഷി വിവരണത്തിൽ കാണാം. ഈ സ്പ്രേ ബോട്ടിലുകൾ, ഇയാളുടെ കയ്യിൽ കുപ്പികൾ ഉണ്ടായിരുന്നു. പിന്നെ എൻഡ് സയനിക്സ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ അവസാനിപ്പിക്കുക, പലസ്തീൻ സ്വതന്ത്രമാക്കുക, അവർ ജൂതന്മാർ കൊലയാളികളാണ് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. എത്ര പേരെ നിങ്ങൾ കൊന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ റാലി നടന്നുകൊണ്ടിരുന്നത് റൺ ഫോർ ദെയർ ലിവ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന, റൺ ഫോർ ദെയർ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന നടത്തിയ റാലിയായിരുന്നു. ഗാസയിലെ ബന്ദികളെ വിടുക എന്നുള്ള ആവശ്യം ആണ് അവർ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ മെയ് 21-ന് 2 ഇസ്രയേൽ എംബസിക്കാരെ കൊന്നയാൾ അമേരിക്കൻ ജൂയിഷ് കമ്മിറ്റി ഒരു മ്യൂസിയത്തിലൊരു ചടങ്ങ് നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് 2 പേരെ അയാൾ കൊന്നത്. ഏലിയാസ് റോഡ്രിക്സ് ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റാണ്, അയാൾ ഇടതുപക്ഷം ആണ്. അയാൾക്ക് നെവിൽ റോയ് സിംഗം, ഇവിടെ ന്യൂസ് ക്ലിക്കിനെയൊക്കെ ഫണ്ട് കൊടുത്തിരുന്ന അയാളാണ് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. യാരോൺ ലിഷിൻസ്കി, സാറ മിൽഗ്രം തുടങ്ങി 2 പേരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇയാൾ ഞായറാഴ്ച രാത്രി, ഇന്നലെ രാത്രി ജൂതന്മാരുടെ അവധി ദിവസമായിരുന്നു. അപ്പോൾ ഷാർവോത്ത് എന്ന് പറയും, തോറ അവരുടെ വേദപുസ്തകം തോറ കിട്ടിയ ദിവസമായതുകൊണ്ട് അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഞായറാഴ്ച രാത്രി ആണ്. ഇനി 2 ദിവസം കൂടി അതിൻ്റെ ആചരണമുണ്ട്, തോറ കിട്ടി എന്നുള്ളത് കൊണ്ട്. അടുത്ത 2 ദിവസം കൊണ്ട് അതുകൊണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടൊക്കെയുള്ള റാലിയായിരുന്നു. ഈ മുഹമ്മദ് സലോണി സോളിമൻ, ഈ ഭീകരൻ, 2005 ഇയാൾ വിസ ചോദിച്ചിരുന്നു അമേരിക്കയ്ക്ക്. അന്ന് തന്നെ അവിടെ ഭീകരപ്രവർത്തനം നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നേരത്തെ എത്തിയാൽ നേരത്തെ നടത്താമല്ലോ. അപ്പോൾ 2005 ഇയാൾ വിസ ചോദിച്ചിട്ട് വിസ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ അയാൾ B1 B2 നോൺ ഇമിഗ്രൻ്റ് വിസയിൽ, കുടിയേറില്ല എന്ന് പറയുന്ന B1 B2 വിസയിലാണ് ഇയാൾ എത്തിയത് 2 കൊല്ലം മുമ്പ്. 2023 ഫെബ്രുവരി 26 വരെ ഇയാളിത് ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഈ വിസയുടെ കാലാവധി. അത് കഴിഞ്ഞ് ഇയാൾ 2022 സെപ്റ്റംബർ 29-ന് ഈ അസൈലം ക്ലെയിം ചെയ്തു, അഭയാർത്ഥിയാണ് എന്ന് അവകാശപ്പെട്ടിട്ട് അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രൻസ് സർവീസസ് ഓഫീസിൽ അപേക്ഷ കൊടുത്തു. അപ്പോൾ അവർ ബൈഡൻ ഗവൺമെൻറ് വളരെ തുറന്ന സമീപനായതുകൊണ്ട് വർക്ക് ഓതറൈസേഷൻ അനുവാദം ഇയാൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ 2023 സെപ്റ്റംബർ 3-ന് കൊടുത്തു, വർക്ക് ഓതറൈസേഷൻ, പണിയെടുക്കാം എന്ന് പറഞ്ഞിട്ട്. അതും മാർച്ച് 3-ാം തീയതി, ഈ കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി അവസാനിച്ചിരുന്നു. എന്നിട്ട് ഇയാൾ തുടരുകയായിരുന്നു. എന്നിട്ടാണ് പുള്ളി വന്ന ദൗത്യം ഇപ്പോൾ ജൂതന്മാർക്കെതിരെ നിർവഹിച്ച് ഇസ്ലാമിന് വേണ്ടി ഒരു ദൗത്യ നിർവഹണം നടത്തി വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നത്. അതായത് ഇസ്രയേലിനെതിരെയായിട്ടുള്ള ഒരു വികാരം, ഈ ജൂതവിരുദ്ധത എന്ന് പറയുന്നതിനെ വലിയ രീതിയിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ അമേരിക്കയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സത്യം. ഈ ഇടയ്ക്കൊരു കുറിപ്പ് കണ്ടതാണ്. ഇസ്രയേലിൻ്റെ പ്രോജക്റ്റ് ഇസ്രയേൽ എന്ന് പറയുന്നതിൻ്റെ അഭ്യർത്ഥന നടത്തുന്നതിൽ അവർ പറഞ്ഞിരിക്കുന്നതാണ്,
ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കൂ എന്നൊരു മുദ്രാവാക്യം ജൂതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തോടാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ലോകത്തോടാണ്. നിങ്ങൾ ഞങ്ങളെ വെറുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കൂ, അതോടെ ലോകത്ത് സമാധാനം വരുമെന്ന്. എന്ന് ഈ ഇസ്ലാമിസ്റ്റുകൾ ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കും? അത് മനസ്സിലാക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫിറുകൾക്കെതിരായ ജിഹാദാണ് നമ്മുടെ ദൗത്യം എന്നാണല്ലോ അവരെ പഠിപ്പിക്കുന്നത്. മല്ലാക്കന്മാര്, മദ്രസ പൊട്ടന്മാരെ പഠിപ്പിക്കുന്നതൊക്കെ അതല്ലേ. അപ്പോൾ ഇസ്രയേൽ കരുതുന്നത് തിരിച്ചായിരിക്കും. കാരണം ജോർജ് പാറ്റൺ ടാങ്ക് കണ്ടുപിടിച്ച ജനറൽ ജോർജ് പാറ്റൺ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏത് യുദ്ധത്തിലും നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കളയുകയല്ല വേണ്ടത്. മറ്റേ പിതൃശൂന്യര് അവരുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ കളയാനുള്ള പണിയാണ് നമ്മൾ യുദ്ധത്തിൽ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇസ്രായേൽ ആ പണി എടുത്തോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.